ഞങ്ങൾ തിരുനെൽവേലി ടൗൺ ഞാൻ പഴയ ബസ് കൂടിയാണ്. ഇന്നിപ്പോൾ തന്നെ ഒരു ബസ് കിട്ടി. നമ്മളിപ്പോൾ തിരിച്ചു പോയി നേരെ തിരുനെൽവേലി MGR സ്റ്റാൻഡിലേക്ക് എത്തി. അപ്പോൾ തന്നെ അവിടെ ആ കോട്ടയം ബസ് ഞാൻ ഉദ്ദേശിച്ച അത് ശരിക്കും 2 മണിക്കായിരുന്നില്ല, 2:15 ഒരു പ്രത്യേക സൈസ്. അതുകൊണ്ട് അത് കിട്ടി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെല്ലുമ്പോൾ തന്നെ ഏകദേശം ഒരു ഗലിന്ന് പറയുന്നത് 12 മണിയാവും വീട്ടിലെത്താൻ. ഒരു കാഴ്ചകളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ബസ് കയറി നാട്ടിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ഞാൻ പോകുമ്പോൾ ഇത് കണ്ടോ, ഒരു പഴയ തിയേറ്ററാണ്. പഴയ തിയേറ്റർ എന്ന് വെച്ചാൽ കുറേ വളരെ പഴക്കമുള്ള, അതായത് നമ്മുടെ ചിന്നത്തമ്പി അടക്കമുള്ള കുറേ സിനിമകൾ, അതുപോലെ അരുണാചൽ, അങ്ങനെ കുറേ സിനിമകൾ കളിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ള ഒരു തിയേറ്ററാണ്. അപ്പോൾ നമ്മൾ കടന്നു പോകുന്നത് ഈ പോരുന്ന വഴിയിൽ ശരിക്കും തിരുനെൽവേലി 4ാമത്തെ ഏറ്റവും വലിയ പട്ടണമാണെന്ന് ഞാൻ പറയുകയുണ്ടായി. അതുപോലെ തന്നെ മുനിസിപ്പൽ കോർപ്പറേഷനാണ്. പക്ഷെ 94 മാത്രമാണ് കേട്ടോ. അത് ഞാൻ ഇന്നലെ പറയുകയുണ്ടായി. 94 മാത്രമാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ ആവുന്നുള്ളൂ. പക്ഷേ ഒരു മഹാനഗരം എന്ന് വെച്ചാൽ മാനഗരാട്சி എന്നാണ് തമിഴിൽ ശരിക്കും മുനിസിപ്പൽ കോർപ്പറേഷന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ കോർപ്പറേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മെട്രോ സിറ്റി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർ മാനഗരാട്சி എന്നാണ് മിക്കവാറും എല്ലായിടത്തും എഴുതി വെച്ച ബോർഡുകളിൽ. തിരുനെൽവേലി മാനഗരാട്சி അങ്ങനെയാണ് ശരിക്കും അറിയപ്പെടുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ തിരുനെൽവേലിയുടെ ഈ ചരിത്രം പറഞ്ഞു വന്നപ്പോൾ വിട്ടുപോകേണ്ടെന്നില്ല, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചായിരുന്നു ഈ തിരുനെൽവേലി എന്നുള്ള പേര് കിട്ടുന്നതിനായിട്ട്. അതായത് പണ്ട് ഈ പ്രദേശത്ത് വളരെ മഴയുടെ അളവ് വളരെ കൂടുതലായിരുന്നു. അപ്പോൾ വേദശർമ്മൻ എന്ന് പറഞ്ഞ ഒരു സന്യാസി, ഇദ്ദേഹം ശ്രീ പരമേശ്വരനെ പ്രത്യക്ഷപ്പെടുത്തി. അങ്ങനെ ശ്രീ പരമേശ്വരൻ ഒരു വേലി ആയിട്ട് നിന്ന് ഈ നെൽപ്പാടങ്ങളെ, ഇവിടെയുള്ള നെൽപ്പാടങ്ങളെ സംരക്ഷിക്കുമെന്നാണ് ഒരു ഐതിഹ്യമുള്ളത്. അതിൽ നിന്നാണ് ശരിക്കും ഈ തിരുനെൽവേലി എന്ന പേര് ഈ ഒരു സ്ഥലത്തിന് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഈ സ്ഥലം ശരിക്കും അറിയപ്പെടുന്നത് നെല്ലൈ എന്ന ഒരു പേരിലാണ്. ഇപ്പോൾ നമ്മൾ മദ്രാസായിരുന്നപ്പോഴും ഒരു പക്ഷേ നമ്മളന്നേരം ആ സമയത്ത് പോയിട്ടില്ല. അവിടെയുള്ള ലോക്കൽ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ചെന്നൈയിൽ നിന്നായിരിക്കാം. ഇപ്പോൾ അതുപോലെ കോയമ്പത്തൂരാണെങ്കിൽ കോവൈ എന്നാണ് പറയപ്പെടുക. അതേപോലെ തന്നെയാണ് നെല്ലൈ എന്നാണ് ഈ ഒരു ആ സ്ഥലം ശരിക്കും തമിഴിൽ അറിയപ്പെടുന്നത്. അതുപോലെ തമിഴ്നാടിൻ്റെ ഏതാണ്ട് തെക്ക് വശം ആയിട്ട് തന്നെ വരുന്ന ഒരു പ്രദേശമാണ്. അതുപോലെ ഈ തിരുനെൽവേലിക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. അതായത് അത് ശരിക്കും പറയപ്പെടുന്നത് തമിഴ് സാഹിത്യപ്രകാരമുള്ള 5 പ്രത്യേകതകൾ എന്നാണ് പറയപ്പെടുന്നത്. അതിലാദ്യം കുറിഞ്ഞി എന്ന് വെച്ചാൽ മലനിരകളെയാണ് സൂചിപ്പിക്കുന്നത്. അത് കഴിഞ്ഞാൽ മുല്ലൈ എന്ന് പറയുന്നത് വനങ്ങളെയും, പിന്നെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരുത എന്ന് പറഞ്ഞാൽ നെൽവയലുകൾ, അതിനെയും. 4ാമത്തെ പ്രത്യേകത നെയ്താൽ, അതായത് കോസ്റ്റൽ തീരപ്രദേശത്തെയും ആണ് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു പ്രത്യേകത കൂടിയുണ്ട്. അത് ശരിക്കും അറിയപ്പെടുന്നത് പാലൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരുഭൂമി. അതായത് ഈ 5 പ്രത്യേകതകളും, മലകളുണ്ട്, ചെറിയ തോതിൽ വനങ്ങളുണ്ട്, നെൽവയലുകളുണ്ട്,
തീരപ്രദേശമുണ്ട്. ഇതൊക്കെ പോരാഞ്ഞിട്ടും മരുഭൂമികളുമുണ്ട്, മരുഭൂമി പോലത്തെ പ്രദേശങ്ങളുമുണ്ട് തിരുനെൽവേലിയിൽ എന്നാണ് പറയപ്പെടുന്നത്. ശരിക്കും തമിഴ്നാട്ടിലെ ഓരോ ഡിസ്ട്രിക്റ്റും നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഒരു പക്ഷേ ദിവസങ്ങൾ തന്നെ വേണ്ടി വരും. ഈ തിരുനെൽവേലി എന്ന് പറയുന്ന ആ ഡിസ്ട്രിക്റ്റ് തന്നെ ഇത്രയും പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന വളരെ ബൃഹത്തായ ഒരു ജില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതായാലും നമ്മുടെ യാത്ര ഏകദേശം ഇവിടുന്ന് 73 കിലോമീറ്റർ ഉണ്ട് തെങ്കാശിക്ക്. തെങ്കാശിയിലെത്തിയിട്ട് തെങ്കാശിയിൽ നിന്നും ഈ ഒറ്റ ബസ്സായതുകൊണ്ട്, കോട്ടയത്തുള്ള ഒറ്റ ബസ്സായതുകൊണ്ട് നമുക്ക് വലിയ ടെൻഷനില്ല. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പുനലൂർ ചെല്ലുമ്പോൾ പത്തനംതിട്ട വഴിയുള്ള ഒരു ബസ് കിട്ടുകയാണെങ്കിൽ അതിലേക്കൊന്ന് മാറി കയറിയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഈ ബസ് അടൂർ വഴിയാണ് പോണേ. അപ്പോൾ കുറച്ച് താമസം വരും. പ്രത്യേകിച്ച് എംസിയിൽ റോഡിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അടൂരും പന്തളമൊക്കെ കടന്നു പോകാനായിട്ട് ചെറിയൊരു താമസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒരു ബസ് കിട്ടുവാണെങ്കിൽ, ഇതിൻ്റെ പുറമെ വേറൊരു കോട്ടയം ബസ്സും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ അത് വരികയാണെങ്കിൽ അത് ഒരു പക്ഷേ തെങ്കാശിയിൽ നിന്നായിരിക്കും. അപ്പോൾ അത് എന്ത് കിട്ടുവാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. ഒരു മണിക്കൂറോളം നമുക്ക് വീട്ടിലേക്ക് നേരത്തെ എത്താൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇതിൻ്റെ പോക്കനുസരിച്ച് ഏകദേശം രാത്രി ഏകദേശം 1 മണിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും തമിഴ്നാട്ടിലെ ഏതൊരു പ്രദേശങ്ങളും പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. പ്രത്യേകിച്ച് നെൽവയലുകളുടെ ഈ ഒരു തെക്കൻ തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ തെങ്കാശി, ഈ തിരുനെൽവേലി ആ ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ നെൽകൃഷിയാണ് എന്നെനിക്ക് തോന്നുന്നു. ഒരുപാട് പാഡി ഫീൽഡ്സ്, അതായത് നെൽവയലുകൾ നമുക്കൊക്കെ അന്യം നിന്നുകൊണ്ടിരുന്ന ഒരു കാഴ്ചയാണ്. അതായത് പാലക്കാടും കുട്ടനാട്ടിലും ഒഴികെ വേറെ എങ്ങും നമുക്ക് നെൽവയലുകൾ കാണാൻ പറ്റുന്നില്ല.
അതുപോലെ തിരുനെൽവേലിക്ക് പ്രത്യേകത, വേറൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരുനെൽവേലി ഹൽവയാണ്. നമ്മുടെ ഹൽവയിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അതിന്. പക്ഷേ എന്നാലും അസാധ്യ രുചിയാണ് ആ സാധനത്തിന്. പക്ഷേ ഈ ഒരു കാര്യം ഞാൻ അവിടെ ചെന്നപ്പോൾ വിട്ടുപോയി. അതുകൊണ്ട് എനിക്ക് ആ രുചിയൊന്ന് അറിയാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ വേണം. അതേപോലെ തന്നെ ഈ 2 അമ്പലങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. അത് ശരിക്കും നമുക്കൊരു മിസ് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ. അതായത് ഒരു വെങ്കടാചലപതി ക്ഷേത്രമുണ്ട്, പിന്നെ ഒരു നല്ലയ്യപ്പർ ക്ഷേത്രമുണ്ട്. അങ്ങനെ ആ 2 ആ ക്ഷേത്രത്തിൽ ശരിക്കും പോകേണ്ടതായിരുന്നു ഇപ്പോൾ ഈ ഒരു പോക്കിൽ. പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ കൃത്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഓർത്തില്ല എന്ന് പറഞ്ഞാൽ തന്നെയായിരിക്കും ശരി. അപ്പോൾ ഇവിടുത്തെ ഈ നല്ലയ്യപ്പർ ക്ഷേത്രം ശിവപ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമാണ്. ശരിക്കും ആ ഒരു പ്രതിഷ്ഠ ശരിക്കും വേണുവാണനാഥൻ എന്നും അറിയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ പാർവതി ദേവിയെ കാന്തിമതി അമ്മൻ എന്ന പേരിലാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ തിരുനെൽവേലി ജില്ലയിലെ താമിരഭരണി നദിയുടെ വടക്ക് കരയിലായിട്ടാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ 7-ാം നൂറ്റാണ്ടിലെ നായനാർമാർ എന്നറിയപ്പെടുന്ന തമിഴ് കവികൾ ആയിട്ടുള്ള എഴുത്തുകാരൻ രചിച്ച തമിഴ് ശൈവ കാനോനിക കൃതികളായ തേവാരത്തിൽ പാടൽപ്പെട്ട സ്ഥലമായി ഈ തിരുനെൽവേലിയെ വർണ്ണിച്ചിട്ടുണ്ട്. അങ്ങനെ ഉള്ള കുറേ രസകരമായിട്ടുള്ള കാര്യങ്ങളും കൂടെ ഉണ്ട്. അതുപോലെ തന്നെ തിരുനെൽവേലി വളരെ പല ക്ലാസിക് കലകളുടെയും കൂടെ ഒരു സ്ഥലമാണ്, ഒരു കേന്ദ്രമാണ് ശരിക്കും ഇത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തിരുനെൽവേലിയെ പറ്റി നമുക്ക് പറയാനാണെങ്കിൽ ശരിക്കും ഉണ്ടെന്നുള്ളതാണ്. ഇത് ഈ കോർപ്പറേഷൻ ആയിട്ട് 1994, അതായത് 30 വർഷമായിട്ടുണ്ട് കോർപ്പറേഷനായിട്ട് ഇത് മാറ്റിയിട്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഏതാണ്ട് തെങ്കാശിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 20 കിലോമീറ്ററോ മറ്റോ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈ സൈഡിൽ ഓരോ കാഴ്ചകളും ഇടയ്ക്ക് പോകുന്നുണ്ട്. പക്ഷേ ഞാൻ തിരുനെൽവേലിയുടെ ചരിത്രത്തിലേക്ക് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കിപ്പോയി. അതാണിപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമുക്ക് കടന്നു പോകുന്ന ഒരു സ്ഥലങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടൊരു വിവരണം നമുക്ക് നോക്കാൻ പറ്റില്ല. ഞാൻ കുറേ വീഡിയോ എടുത്തു എന്നല്ലാതെ, അവിടുത്തെ ആ കാഴ്ചകളുടെ കുറേ വീഡിയോ എടുത്തു എന്നല്ലാതെ വേറെ കൂടുതൽ സ്ഥലങ്ങളുടെ പേരോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. ഒന്നാമത് നല്ല സ്പീഡിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലെ ഒരു പ്രത്യേകത കേട്ടോ, നമ്മൾ അവിടെ ടൗൺ ടു ടൗൺ എന്ന രീതിയിൽ ബസ് ഓടുന്നുണ്ട്. അത് മിക്കവാറും നിസ്സാര സ്റ്റോപ്പുകളിൽ മാത്രം നിർത്തി പോകുന്നതാണ്. ഒരു 160-170 കിലോമീറ്ററൊക്കെ ഈസി ആയിട്ട് ഒരു 2.25-3 മണിക്കൂർ കൊണ്ടൊക്കെ പാസ് ചെയ്യുന്നുണ്ട് സേലം കോയമ്പത്തൂർ റൂട്ടിൽ. അങ്ങനെ ഉള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വേറെ ഏതോ ഒരു ചെറിയ ഒരു ടൗണിലേക്കൂടെ വണ്ടി പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന പോലത്തെ കാഴ്ചകൾ തന്നെയാണ്. അപ്പോൾ കൂടുതലായിട്ട് പ്രത്യേകിച്ച് നമുക്ക് കാഴ്ചകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൽക്കാലം ഈ കാഴ്ചകളിലൂടെയുള്ള തിരുനെൽവേലിയുടെ കാഴ്ചകളിലൂടെയുള്ള യാത്ര ഇപ്പോൾ തൽക്കാലം ഞാൻ നിർത്തുകയാണ്. പക്ഷേ കണ്ടില്ലേ, ഇപ്പോൾ നമ്മൾ വീണ്ടും സ്വല്പം മുമ്പോട്ട് പോയപ്പോഴും നെൽപ്പാടങ്ങളുടെ ഒരു കാഴ്ചയാണ്. അത് നമുക്ക് പറയാണ്ടിരിക്കാൻ നിർത്തിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചും നമ്മുടെ കേരളീയരുടെ ഒരു പ്രധാന ഭക്ഷണം അരിയായിരിക്കും. നമുക്ക് ഈ നെൽപ്പാടങ്ങളിലെ കാണുമ്പോൾ അത് വിവരിക്കാതിരിക്കാൻ പറ്റില്ല. ഈ സുന്ദര കാഴ്ചകളെ നമ്മൾ ഏതായാലും തെങ്കാശിയിലേക്ക് നോക്കി ഞാൻ ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്.
and stones will